ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് അദ്ദർസുൽ 20ാമത്തെ പാഠം. അപ്പോൾ നമ്മുടെ എണ്ണത്തിൻ്റെ നിയമങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വെക്കുക. ആ നിയമങ്ങളൊക്കെ ഇവിടെയും വരുന്നുണ്ട്. ഓക്കെ, എണ്ണത്തിൻ്റെ നിയമങ്ങളിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? എണ്ണം, എല്ലാ എണ്ണങ്ങളും അതത്, എണ്ണത്തിന് പറയാം അതത് എന്നാണ്. അതെല്ലാം ഇസ്മാണ്. അത് മുദക്കറും മുഅന്നസും ഉണ്ട്. മുഅറബാണ്, അഥവാ മബനിയല്ല. അതിൻ്റെ അന്ത്യസ്വരങ്ങൾ മാറിക്കൊണ്ടിരിക്കും. മജ്റൂറ്, മൻസൂബ്, മർഫൂ ഈ രീതിയിൽ എണ്ണങ്ങൾ വരും. എണ്ണങ്ങൾ നക്കിറയായിട്ടും മാരിഫയായിട്ടും വരും. 1, 2 എന്നീ എണ്ണങ്ങളുടെ നിയമങ്ങൾ അത് നാത്ത് മനൂത്തായിട്ടാണ് വരിക. 3 മുതൽ 10 വരെ മുലാഫുൻ ഇലൈഹി ആയിട്ടാണ് വരിക. എണ്ണപ്പെടുന്ന വസ്തു അഥവാ മഅദൂദ് മുദക്കറാണെങ്കിൽ എണ്ണം മുഅന്നസ്, മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ എണ്ണം മുദക്കറായിട്ടാണ് വരിക, ബഹുവചനമായിട്ടാണ് ഉപയോഗിക്കുക. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. നമുക്ക് പാഠത്തിലേക്ക് പോകാം. ഇതൊരു സൽമയും ലൈലയും തമ്മിലുള്ളൊരു ഹിവാറാണ്, സംസാരവും. ഓക്കെ, ഖാലത്ത് ലൈല പറഞ്ഞു, യാ സൽമ അഫി ഫസ്ലിക്കി താലിബാത്തുൻ മിനസ്സീനി വൽ യാബാനി. ഹേ സൽമ, നിൻ്റെ ക്ലാസ്സിൽ ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നുമുള്ള വിദ്യാർത്ഥിനികൾ ഉണ്ടോ? നിൻ്റെ ക്ലാസ്സിൽ ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ ഉണ്ടോ? യാ എന്നുള്ളത് ഹർഫു നിദാ മബനിയുൻ അലസുക്കൂനി. സൽമ മുനാദ. ഓക്കെ, സൽമ എന്നുള്ള പദം അലിഫ് മക്സൂറയിൽ അവസാനിക്കുന്നത് കൊണ്ട് അത് ഹർക്കത്തുകളെ സ്വീകരിക്കുകയില്ല. ഹംസ എന്താണ്? ഹർഫുൽ ഇസ്തിഫാം. ഫി ഫസ്ലി ജാറുൻ വ മജ്റൂറുൻ. ഫസ്ലി മുലാഫുൻ, ഖി മുലാഫുൻ ഇലൈഹി. നിൻ്റെ ക്ലാസ്സിൽ. താലിബാത്തുൻ അലിഫിലും തായിലും അവസാനിക്കുന്ന ജംഅ് മുഅന്നസ് സാലിം. താലിബത്തുൻ എന്നതിൻ്റെ ബഹുവചനമാണ് താലിബാത്തുൻ, വിദ്യാർത്ഥിനികൾ. മിനസ്വീനി ജാറുൻ വ മജ്റൂറുൻ. അൽ യാബാനി എന്നുള്ളതും ഇസ്മു മജ്റൂറാണ്. വാവുൽ അത്ഫ് ഇസ്മു മജ്റൂർ, മഅതൂഫുൻ അല സ്വീനി, സ്വീനിലേക്ക് അത്ഫ് ചെയ്യപ്പെട്ടത്. സൽമ പറയുന്നത് എന്താ? നഅം, അതെ. ഫി ഫസ്ലിന 5 താലിബാത്തിൻ മിനസ്വീനി വ 4 താലിബാത്തിൻ മിനൽ യാബാനി വ 8 താലിബാത്തിൻ മിൻ ഇന്തോനേഷ്യ. നഅം, അതെ. ഫി ഫസ്ലിന, നമ്മുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ക്ലാസ്സിൽ 5 താലിബാത്തിൻ 5 വിദ്യാർത്ഥിനികൾ മിനസ്വീനി ചൈനയിൽ നിന്നുള്ളവരാകുന്നു. വ 4 താലിബാത്തിൻ 4 വിദ്യാർത്ഥിനികൾ മിനൽ യാബാനി ജപ്പാനിൽ നിന്നുള്ളവരുമാകുന്നു. വ 8 താലിബാത്തിൻ 8 വിദ്യാർത്ഥിനികൾ മിൻ ഇന്തോനേഷ്യയിൽ നിന്നുള്ളവരാകുന്നു. ഓക്കെ, ടോട്ടൽ പറഞ്ഞാൽ അതെ, ഞങ്ങളുടെ ക്ലാസ്സിൽ 5 വിദ്യാർത്ഥികൾ ചൈനയിൽ നിന്നും, 4 വിദ്യാർത്ഥിനികൾ ജപ്പാനിൽ നിന്നും, 8 വിദ്യാർത്ഥിനികൾ ഇന്തോനേഷ്യയിൽ നിന്നും ആകുന്നു. നാം എന്നുള്ളത് ഹർഫു ജവാബ്. ഫി ഫസ്ലി ജാറുൻ വ മജ്റൂറുൻ. ഷിബുഹ് ജുംല ഖബർ മുഖദ്ദം. ഫസ്ലി മുലാഫ് നാ മുലാഫുൻ ഇലൈഹി. ഹംസു ആണ് അതിലെ മുബത്തദ. മൊത്തം മുബത്തദായിട്ട് നമുക്ക് പറയാം. 5 വിദ്യാർത്ഥിനികൾ, 4 വിദ്യാർത്ഥിനികൾ ചൈനയിൽ നിന്നുള്ളവർ, അതൊക്കെ മൊത്തത്തിൽ പറയുമെങ്കിലും നമ്മൾ ആദ്യത്തെ ഒരു പദത്തിനെ മാത്രമാണ് മുബത്തദയാക്കിയെടുക്കുന്നത്. ഹംസു മുബത്തദ. ഹംസു എന്താണ്? എണ്ണമാണ് അല്ലേ, അതതാണ്. അപ്പോൾ താലിബാത്തിൻ എണ്ണം 3 മുതൽ 10 വരെ മുലാഫിൻ ഇലൈഹിയാണ്. അപ്പോൾ ഹംസു എന്നുള്ളത് മുലാഫാണ്. താലിബാത്തിൻ മുലാഫുൻ ഇലൈഹി. മിനസ്വീനി ജാറുൻ വ മജ്റൂറുൻ. മുമ്പത്തെ ഖബറോടെ കഴിഞ്ഞ് ഇനിയുള്ളതൊക്കെ ഇതിലേക്ക് അത്ഫ് ചെയ്യപ്പെട്ടതാണ്. വാവ് ഹർഫുൽ അത്ഫ്. 4 എന്താണ്? മഅതൂഫുൻ അലാ ഹംസുലേക്ക് അത്ഫ് ചെയ്യപ്പെട്ടത്. വഹുവ മുലാഫ്. താലിബാത്തിൻ മുലാഫുൻ ഇലൈഹി. അതത് മഅദൂദാണ്, അതുകൊണ്ടാണ്. മിനൽ യാബാനി ജാറുൻ വ മജ്റൂറുൻ മുതഅല്ലിഖും ബിൽ ഖബരി. വ 8 താലിബാത്തിൻ. വാവുൽ അത്ഫ്. 8 മഅതൂഫുൻ അലാ ഹംസു. ഹംസുയിലേക്ക് അത്ഫ് ചെയ്യപ്പെട്ടത്, ചേർക്കപ്പെട്ടത്. വഹു മുലാഫ്. അതല്ലേ, താലിബാത്തിൻ മുലാഫുൻ ഇലൈഹി. മിൻ ഇന്തോനേഷ്യ ജാറുൻ വ മജ്റൂറുൻ മുതഅല്ലിഖും ബിൽ ഖബരി. ലൈല പറയുന്നത് എന്താ? ഖാലത്ത് ലൈല പറഞ്ഞു, വഫി ഫസ്ലിന 3 താലിബാത്തിൻ മിനൽ ഹിന്ദി. വഫി ഫസ്ലിന ഞങ്ങളുടെ ക്ലാസ്സിൽ 3 താലിബാത്തിൻ 3 വിദ്യാർത്ഥിനികൾ മിനൽ ഹിന്ദി ഇന്ത്യയിൽ നിന്നുള്ളവരാകുന്നു. വ 6 താലിബാത്തിൻ 6 വിദ്യാർത്ഥിനികൾ മിനൽ ഫിലിപ്പീൻസിൽ നിന്നുള്ളവരാകുന്നു. വ 7 താലിബാത്തിൻ 7 വിദ്യാർത്ഥിനികൾ മിനൽ കുവൈത്തിൽ നിന്നുമാകുന്നു.
അപ്പോൾ എന്താ പറയുന്നത്, ഞങ്ങളുടെ ക്ലാസ്സിൽ 3 വിദ്യാർത്ഥിനികൾ ഇന്ത്യയിൽ നിന്നും, 6 വിദ്യാർത്ഥിനികൾ ഫിലിപ്പൈൻസിൽ നിന്നും, 7 വിദ്യാർത്ഥിനികൾ കുവൈറ്റിൽ നിന്നും ആകുന്നു. വാവ് വാവുൽ അത്ഫ്. ഫി ഫസ്ലി ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ മുഖദ്ദം. ഫസ്ലി മുലാഫ് നാ മുലാഫുൻ ഇലൈഹി. ഞങ്ങളുടെ ക്ലാസ്സിൽ. സലാസു ആണ് അതിലെ മുബത്തദ. മൊത്തം നമുക്ക് മുബത്തദയായി തോന്നുമെങ്കിലും നമ്മുടെ ആദ്യത്തെ പദത്തിനെയാണ് നമ്മൾ മുബത്തദയാക്കി എടുക്കുക. സലാസു അദദാണ്, അതുകൊണ്ട് അത് മുലാഫാണ്. ത്വാലിബാത്തിൻ മുലാഫുൻ ഇലൈഹി. മിനൽ ഹിന്ദി ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ. അസ്തഗ്ഫിറുല്ലാഹ്, ഖബറല്ല, മുതഅല്ലിഖും ബിൽ ഖബരി, ഖബറിനോട് ചേർന്ന് വന്നത്. വസിത്തു ത്വാലിബാത്തിൻ. സിത്തു വാവുൽ അത്ഫു. സിത്തു മുബ്തദഅ വഹുവ മുലാഫ്. ത്വാലിബാത്തിൻ മുലാഫുൻ ഇലൈഹി. മിനൽ ഫിലിപ്പീനി ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ. വസബഅതു ത്വാലിബാത്തിൻ മിനൽ കുവൈത്തി. സബഉ എന്താണ് മുബ്തദഅ വഹുവ മുലാഫ്. ത്വാലിബാത്തിൻ മുലാഫുൻ ഇലൈഹി. മിനൽ കുവൈത്തി ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ. ഒക്കെ വേറെ ജുംലയാണ്. മുബ്തദ ഖബറും ഉള്ളത് കൊണ്ട് ഒക്കെ വേറെ ജുംലയാക്കി നമുക്ക് ഇഅ്റാബ് ചെയ്യാം. ഖാലത്ത് സൽമ. സൽമ പറഞ്ഞു, കം ഉഖ്തൻ ലക്കി യാ ലൈല. ഹേ ലൈല, നിനക്ക് എത്ര സഹോദരിമാർ ഉണ്ട്? കം എന്താണ്? ഇസ്മുൽ ഇസ്തിഫ്ഹാം, ചോദ്യം ചോദിക്കാനുള്ള ഇസ്മ്. ഉഖ്തൻ തമീസ്. ലക്കി ജാറുൻ വ മജ്റൂറുൻ. ലൈല യാ ഹർഫു നിദാ. ലൈല മുനാദ. ഖാലത്ത് ലൈല. ലൈല പറഞ്ഞു, ലീ സലാസു അഖവാത്തിൻ. എനിക്ക് 3 സഹോദരിമാർ ഉണ്ട്. ലീ എന്താ? ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ മുഖദ്ദം. സലാസു മുബ്തദഅ മുഅഖർ വഹുവ മുലാഫ്. അഖവാത്തിൻ മുലാഫുൻ ഇലൈഹി. ഖാലത്ത് സൽമ. സൽമ പറഞ്ഞു, വകം അഖൻ ലക്കി. നിനക്കെത്ര സഹോദരന്മാരുണ്ട്? നിനക്കെത്ര സഹോദരന്മാരും ഉണ്ട്. വാവുൽ അത്ഫ്. കം ഇസ്മുൽ ഇസ്തിഫാം. അഖൻ തംയീസ്. ലക്കി ജാറുൻ വ മജ്റൂറുൻ. ഖാലത്ത് ലൈല. ലൈല പറഞ്ഞു, ലീ ഖംസതു ഇഖ്വത്തിൻ. ലീ ഖംസതു ഇഖ്വത്തിൻ. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. ലീ എന്നത് ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ മുഖദ്ദം. ഖംസതു മുബ്തദഅ മുഅഖർ വഹുവ മുലാഫ്. ഇഖ്വത്തിൻ മുലാഫുൻ ഇലൈഹി. അദദ് മഅദൂദ് ആയതുകൊണ്ട് മുലാഫിനും മുലാഫുൻ ഇലൈഹിയും ആണ്. ഖാലത്ത് സൽമ. സൽമ പറഞ്ഞു, ലക്കി. അപ്പോൾ ഇത് മൊത്തം എത്ര സഹോദരന്മാരുണ്ട്, എത്ര സഹോദരിമാരുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കൂട്ടി പറയാണ് സൽമ. ലൈലാൻ്റെ കാര്യം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ലക്കി സലാസു അഖവാത്തിൻ വ ഖംസതു ഇഖ്വത്തിൻ. നിനക്ക് ലക്കി, നിനക്കുണ്ട് 3 സഹോദരന്മാരും 3 സഹോദരിമാരും 5 സഹോദരന്മാരും നിനക്കുണ്ട്. ലക്കി ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ മുഖദ്ദം. സലാസു മുബ്തദഅ മുഅഖർ. അഖവാത്തിൻ മുലാഫുൻ ഇലൈഹി. വാവുൽ അത്ഫ്. ഖംസതു മഅതൂഫുൻ അലാ സലാസു. ഇഖ്വത്തിൻ ഹംസു എന്നത് മുലാഫാണ്. ഇഖ്വത്തിൻ മുലാഫുൻ ഇലൈഹി. ഖാലത്ത് ലൈല. ലൈല പറഞ്ഞു, നഅം അതെ. വകം അഖൻ വ ഉഖ്തൻ ലക്കി. നിനക്ക് എത്ര സഹോദരനും സഹോദരിയും ഉണ്ട്? നഅം എന്നുള്ളത് ഹർഫു ജവാബ്. വാവുൽ അത്ഫ്. കം ഇസ്മുൽ ഇസ്തിഫാം. അഖൻ തമീസ്. വാവുൽ അത്ഫ്. ഉഖ്തൻ എന്നത് മഅതൂഫുൻ അലാ അഖൻ. ലക്കി ജാറുൻ വ മജ്റൂറുൻ. ഖാലത്ത് സൽമ. സൽമ പറഞ്ഞു, ലി അർബഅതു ഇഖ്വത്തിൻ വ അർബഉ അഖവാത്തിൻ. എനിക്ക് 4 സഹോദരന്മാരും 4 സഹോദരിമാരും ഉണ്ട്. ലീ എനിക്കുണ്ട്. ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ മുഖദ്ദം. അർബഅതു മുബ്തദഅ മുഅഖർ വഹുവ മുലാഫ്. അദദാണല്ലോ. ഇഖ്വത്തിൻ മുലാഫുൻ ഇലൈഹി മഅദൂദ് ആയതുകൊണ്ട് വാവുൽ അത്ഫ്. അർബഉ മഅതൂഫുൻ അലാ അർബഅതു വഹുവ മുലാഫ്. അഖവാത്തിൻ മുലാഫുൻ ഇലൈഹി. ഖാലത്ത് ലൈല. ലൈല പറഞ്ഞു, ലീ ജമീലത്തുൻ ഇസ്മുഹാ ഖദീജ. എനിക്കൊരു സഹപാഠിനി ഉണ്ട്. അവളുടെ പേര് ഖദീജ എന്നാകുന്നു. ലീ എനിക്കുണ്ട്. ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ മുഖദ്ദം. ജമീലത്തുൻ മുബ്തദഅ മുഅഖർ. ഇസ്മുഹാ ഇസ്മു
മറ്റൊരു ജുംലയായിട്ട് പറയാം. ഇസ്മു മുബ്തദ വഹുവ മുലാഫ് ഹ മുലാഫുൻ ഇലൈഹി. അവളുടെ പേര് ഖദീജത്തു. അത് ഖബറാണ്. ഓക്കെ, മംനൂ മിന സർഫ് ആയതുകൊണ്ട് തൻവീനിനെ സ്വീകരിക്കുകയില്ല. ലഹ സമാനിയത്തു ഇഖ്വത്തിൻ വ സമാനി അഖവാത്തിൻ. അവൾക്ക് 8 സഹോദരന്മാരും 8 സഹോദരിമാരും ഉണ്ട്. ഖദീജക്ക് 8 സഹോദരന്മാരും 8 സഹോദരിമാരും ഉണ്ട്. ലഹ അവൾക്കുണ്ട്. ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ മുഖദ്ദം. സമാനിയത്തു മുബ്തദ മുഅഖർ വഹുവ മുലാഫ്. ഇഖ്വത്തിൻ മുലാഫുൻ ഇലൈഹി. വാവ് വാവുൽ അത്ഫ്. സമാനി മഅതൂഫുൻ അലാ സമാനിയത്തു വഹുവ മുലാഫ്. അഖവാത്തിൻ മുദാഫുൻ ഇലൈഹി. അപ്പോൾ നമ്മുടെ ആ ഒരു പാഠഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തമാരീനിലേക്ക് പോകാം. എക്സസൈസ് ഇഖ്റ വക്തുബ്. നീ വായിക്കുകയും എഴുതുകയും വേണം. സലാസു താലിബാത്തിൻ. 3 വിദ്യാർത്ഥിനികൾ. അർബഉ താലിബാത്തിൻ. നമ്മൾ ആ എണ്ണത്തിൻ്റെ നിയമങ്ങൾ ആലോചിക്കുക കേട്ടോ. ഓപ്പോസിറ്റ് ജെൻഡർ ആയിരിക്കണം. പിന്നെ അതിൻ്റെ ബഹുവചനമാണ് ഉപയോഗിക്കേണ്ടത്. മുലാഫുൻ മുലാഫിൻ ഇലൈഹിയാണ് വരേണ്ടത്. അതൊക്കെ ഓർക്കുക. അർബഉ താലിബാത്തിൻ 4 വിദ്യാർത്ഥിനികൾ. ഖംസു താലിബാത്തിൻ 5 വിദ്യാർത്ഥിനികൾ. സിത്തു താലിബാത്തിൻ 6 വിദ്യാർത്ഥിനികൾ. സബഉ താലിബാത്തിൻ 7 വിദ്യാർത്ഥിനികൾ. സമാനി താലിബാത്തിൻ 8 വിദ്യാർത്ഥിനികൾ. തിസ്ഉ താലിബാത്തിൻ 9 വിദ്യാർത്ഥിനികൾ. അശ്റു താലിബാത്തിൻ 10 വിദ്യാർത്ഥിനികൾ. അടുത്ത എക്സസൈസും ഇഖ്റ വക്തുബ് തന്നെയാണ്. നീ വായിക്കുകയും എഴുതുകയും ചെയ്യുക. ഫി ബൈത്തിന സലാസു ഉർഫിൻ. നമ്മുടെ വീട്ടിൽ 3 മുറികളുണ്ട്. ഫി ബൈത്തിന. ഫി ബൈത്തി ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ മുഖദ്ദം. ബൈത്തി മുലാഫ് ന മുലാഫുൻ ഇലൈഹി. സലാസു മുബ്തദ മുഅഖർ വഹുവ മുലാഫ്. ഉറഫിൻ മുലാഫുൻ ഇലൈഹി. ഉർഫത്തുൻ എന്നതിൻ്റെ ബഹുവചനമാണ് ഉറഫിൻ. 3 മുറികൾ. ഓക്കെ, ഉറഫിൻ. ഉർഫത്തുൻ പെണ്ണായതുകൊണ്ടാണ് അവിടെ ഉറഫിൻ എന്ന് വന്നത്. സലാസു കണ്ടോ, അവിടെ ഓപ്പോസിറ്റ് ജെൻഡർ വരണ്ടേ, ശ്രദ്ധിച്ചോ. ഉർഫത്തുൻ. ഞാൻ ആദ്യത്തെ റൂൾ എഴുതി തന്നതിലുണ്ടായിരുന്നു എന്ത്, അതിൻ്റെ ഏകവചനം നോക്കി വേണം നമ്മൾ ഇത് മുദക്കറാണോ മുഅന്നസാണോ എന്ന് പരിഗണിക്കാൻ. ഫിൽ ജാമിഅത്തി അശ്റു ഹാഫിലാത്തിൻ. യൂണിവേഴ്സിറ്റിയിൽ 10 ബസ്സുകൾ ഉണ്ട്. യൂണിവേഴ്സിറ്റിയിൽ 10 ബസ്സുകളുണ്ട്. ഫിൽ ജാമിഅത്തി ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ മുഖദ്ദം. അശ്റു മുബ്തദ മുഅഖർ വഹുവ മുലാഫ്. ഹാഫിലാത്തിൻ മുലാഫുൻ ഇലൈഹി. ഹാഫിലത്തുൻ ബസ്, അതിൻ്റെ ബഹുവചനമാണ് ഹാഫിലാത്തുൻ. ഓക്കെ, അവിടെ മുലാഫിൻ ഇലൈഹി മജ്റൂർ ആയതുകൊണ്ട് ഹാഫിലാത്തിൻ എന്ന് വന്നു. ഫി ഹാദൽ മദ്രസത്തി 8 മുദർരിസാത്തിൻ. ഈ സ്കൂളിൽ 8 അധ്യാപികമാർ ഉണ്ട്. ഈ സ്കൂളിൽ 8 അധ്യാപികമാർ ഉണ്ട്. ഫി ഹാദിഹി ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ മുഖദ്ദം. അൽ മദ്രസത്തി ബദൽ. അൽ മദ്രസത്തി ബദൽ. 8 മുബ്തദ മുഅഖർ വഹുവ മുലാഫ്. മുദർരിസാത്തിൻ മുലാഫുൻ ഇലൈഹി. അബ്ബാസുൻ ലഹു 7 ബനാത്തിൻ. അബ്ബാസുൻ ലഹു 7 ബനാത്തിൻ. അബ്ബാസ് അവന് 7 പെൺകുട്ടികൾ ഉണ്ട്, 7 പെൺമക്കളുണ്ട്. ആരെക്കുറിച്ചാണ് പറയുന്നത്? അബ്ബാസിനെ കുറിച്ച്. അബ്ബാസുൻ മുബ്തദ. അബ്ബാസിനെ കുറിച്ചുള്ള വാർത്ത എന്താണ്? ലഹു 7 ബനാത്തിൻ. അവന് 7 പെൺമക്കൾ ഉണ്ട്. അത് മൊത്തം ലഹു 7 ബനാത്തിൻ എന്നുള്ള ജുംലത്തുൽ ഇസ്മിയ മൊത്തം അബ്ബാസുൻ എന്ന മുബ്തദയുടെ ഖബറാണ്. ജുംലത്തുൽ ഇസ്മിയ ഖബറായി വന്നിരിക്കുകയാണ്. വീണ്ടും ലഹു 7 ബനാത്തിൻ എന്ന ജുംലത്തുൽ ഇസ്മിയയെ നമ്മൾ വീണ്ടും അനലൈസ് ചെയ്യുമ്പോൾ ലഹു ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ. 7 മുബ്തദ വഹുവ മുദാഫ്. ബനാത്തിൻ മുദാഫുൻ ഇലൈഹി. ഫി ബൈത്തിന 9 ദജാജാത്തിൻ. ഫി ബൈത്തിന 9 ദജാജാത്തിൻ. നമ്മുടെ വീട്ടിൽ 9 പിടക്കോഴികൾ ഉണ്ട്. ഫി ബൈത്തിന. ദജാജത്തുൻ എന്നതിൻ്റെ അഥവാ ബഹുവചനമാണ് ദജാജാത്തുൻ. ഓക്കെ, ഫി ബൈത്തിന. ഫി ബൈത്തി ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ മുഖദ്ദം. ബൈത്തു മുലാഫ് ന മുലാഫുൻ ഇലൈഹി. 9 ഖബർ മുഅഖർ വഹുവ മുലാഫ്. ദജാജാത്തിൻ മുലാഫുൻ ഇലൈഹി മജ്റൂർ.
ഫിൽ ജാമിഅത്തി ഖംസു കുല്ലിയാത്തിൻ യൂണിവേഴ്സിറ്റിയിൽ 5 കോളേജുകൾ ഉണ്ട്. ഫിൽ ജാമിഅത്തി ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ മുഖദ്ദം ഖംസു മുബ്തദഅ മുഅഖർ വഹുവ മുദാഫ് കുല്ലിയാത്തിൻ മുദാഫുൻ ഇലൈഹി. കുല്ലിയത്തുൻ എന്നതിൻ്റെ ജംആണ് കുല്ലിയാത്തുൻ. അവിടെ മജ്റൂർ ആയതുകൊണ്ട് കുല്ലിയാത്തിൻ എന്ന് വന്നു. ഫിൽ മുസ്തഷ്ഫ അഷ്റു തബീബാത്തിൻ വ അർബഉ മുമർരിദാത്തിൻ ആശുപത്രിയിൽ 10 ലേഡി ഡോക്ടർമാരും 4 ഫീമെയിൽ നഴ്സുമാരും ഉണ്ട്. ആശുപത്രിയിൽ ഫിൽ മുസ്തഷ്ഫ ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ മുഖദ്ദം അഷ്റു മുബ്തദഅ മുഅഖർ. അഷ്റു ഷീനിൻ്റെ സുക്കൂന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അഷറത്തു ആണെങ്കിൽ ഫതഹ അല്ലെങ്കിൽ സുക്കൂന്. ഓക്കെ, അഷറു. ഓക്കെ, മുബ്തദഅ മുഅഖർ വഹുവ മുദാഫ് അദദാണല്ലോ. തബീബാത്തിൻ തബീബത്തുൻ എന്നതിൻ്റെ ബഹുവചനമാണ് തബീബാത്തുൻ. തബീബാത്തിൻ മുദാഫുൻ ഇലൈഹി മജ്റൂർ വാവുൽ അത്ഫ്. അർബഉ മഅതൂഫുൻ അലാ അഷ്റു അഷ്റിലേക്ക് അത്ഫ് ചെയ്യപ്പെട്ടു. വഹുവ മുദാഫ് മുമർരിദാത്തിൻ മുദാഫുൻ ഇലൈഹി. ഖാലിദുൻ ലഹു സലാസതു അബ്നാഇൻ വ അർബഉ ബനാത്തിൻ. ഖാലിദ് അവന് 3 ആൺമക്കളും 4 പെൺമക്കളും ഉണ്ട്. ഖാലിദ് അവന് 3 ആൺമക്കളും 4 പെൺമക്കളും ഉണ്ട്. ഖാലിദുൻ ആരെ കുറിച്ചാണ് പറയുന്നത്? ഖാലിദിനെ കുറിച്ച്. ഖാലിദുൻ ആണ് അതിലെ മുബ്തദഅ. എന്താ ഖാലിദിനെ കുറിച്ചുള്ള വാർത്ത? അവന് 3 ആൺമക്കളും 4 പെൺമക്കളും ഉണ്ട്. ഓക്കെ, ആ സെൻറ്റൻസ് മൊത്തം ലഹു സലാസതു അബ്നാഇൻ വ അർബഉ ബനാത്തിൻ ആ ഒരു ജുംലത്തുൽ ഇസ്മിയ മൊത്തം ഖാലിദുൻ എന്നതിൻ്റെ ഖബറാണ്. ജുംലത്തുൽ ഇസ്മിയ ഖബറായി വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ആ ഖബറായിട്ടുള്ള ജുംലത്തുൽ ഇസ്മിയയെ വീണ്ടും അനലൈസ് ചെയ്യുമ്പോൾ ലഹു ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ മുഖദ്ദം സലാസതു മുബ്തദഅ മുഅഖർ വഹുവ മുദാഫ് അബ്നാഇൻ മുദാഫുൻ ഇലൈഹി വാവുൽ അത്ഫ് അർബഉ മഅതൂഫുൻ അലാ സലാസതു വഹുവ മുദാഫ് ബനാത്തിൻ മുദാഫുൻ ഇലൈഹി. ലി ഖംസത്തു ഇഖ്വത്തിൻ വസിത്തു അഖവാത്തിൻ. ലി എനിക്കുണ്ട്. ഖംസത്തു ഇഖ്വത്തിൻ 5 സഹോദരന്മാർ. വ സിത്തു അഖവാത്തിൻ 6 സഹോദരിമാരും. എനിക്ക് 5 സഹോദരന്മാരും 6 സഹോദരിമാരും ഉണ്ട്. ലി ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ മുഖദ്ദം ഖംസത്തു മുബ്തദഅ മുഅഖർ വഹുവ മുദാഫ് ഇഖ്വത്തിൻ മുദാഫുൻ ഇലൈഹി വാവുൽ അത്ഫ് സിത്തു മഅതൂഫുൻ അലാ ഖംസത്തു വഹുവ മുദാഫ് അഖവാത്തിൻ മുദാഫുൻ ഇലൈഹി. 10 ഫി ഹാദൽ കിതാബി അശറത്തു ദുറൂസിൻ. ഈ പുസ്തകത്തിൽ 10 പാഠങ്ങൾ ഉണ്ട്. ഈ പുസ്തകത്തിൽ 10 പാഠങ്ങൾ ഉണ്ട്. ഫി ഹാദ ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ മുഖദ്ദം അൽ കിതാബി ബദൽ അശറത്തു മുബ്തദഅ മുഅഖർ വഹുവ മുദാഫ് ദുറൂസിൻ മുദാഫുൻ ഇലൈഹി അദദും മഅദൂദും. ലന 4 അഅമാമിൻ വ 5 അമ്മാത്തിൻ. ലന ഞങ്ങൾക്കുണ്ട് 4 അഅമാമിൻ 4 അമ്മാവന്മാർ. അമ്മുൻ എന്നതിൻ്റെ ബഹുവചനമാണ് അഅമാമുൻ. അമ്മാവന്മാർ ഉപ്പയുടെ സഹോദരന്മാർ. ഓക്കെ, 4 മൂത്താപ്പമാർ അല്ലെങ്കിൽ 4 കുഞ്ഞിപ്പമാർ എളാപ്പമാർ എന്നൊക്കെ പറയും. വ 5 5 അമ്മാത്തുൻ. അമ്മത്തുൻ ഉപ്പയുടെ സഹോദരി അമ്മായി. ഓക്കെ, അമ്മാത്തുൻ എന്ന് പറഞ്ഞാൽ അമ്മായിമാർ. ഓക്കെ, 5 അമ്മായിമാരും ഉണ്ട്. ലന ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ മുഖദ്ദം അർബഅതു മുബ്തദഅ മുഅഖർ വഹുവ മുദാഫ് അഅമാമിൻ മുദാഫുൻ ഇലൈഹി വാവുൽ അത്ഫ് ഖംസതു മഅതൂഫുൻ അലാ അർബഅതു വഹുവ മുദാഫ് അമ്മാത്തിൻ മുദാഫുൻ ഇലൈഹി. 12 ഫി ബലദി എൻ്റെ നാട്ടിൽ 5 ജാമിഅത്തിൻ 5 യൂണിവേഴ്സിറ്റികൾ ഉണ്ട്. എൻ്റെ നാട്ടിൽ 5 യൂണിവേഴ്സിറ്റികൾ ഉണ്ട്. ഫി ബലദി ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ മുഖദ്ദം ബലദി മുദാഫ് യ മുതകല്ലിം മുദാഫുൻ ഇലൈഹി 5
യാ മുത്തക്കല്ലിം മുലാഫിൻ ഇലൈഹി. ഓക്കെ, ഖംസു എന്നത് മുബ്തദഅ മുഅഖർ വഹുവ മുലാഫ്. ജാമിആത്തിൻ മുലാഫിൻ ഇലൈഹി. ജാമിഅത്തുൻ എന്നതിൻ്റെ ബഹുവചനമാണ് ജാമിആത്തുൻ. അവിടെ മുലാഫിൻ ഇലൈഹി മജ്റൂറാണ്, മഅദൂദാണല്ലോ, എണ്ണപ്പെടുന്ന വസ്തുവായതുകൊണ്ട് മുലാഫിൻ ഇലൈഹി ആയി വന്നു, അത് മജ്റൂറാണ്. ഫി ഹാദ ദർസി സമാനി കലിമാത്തിൻ ജദീദത്തിൻ. ഈ പാഠത്തിൽ 8 പുതിയ വാക്കുകൾ ഉണ്ട്. ഈ പാഠത്തിൽ 8 പുതിയ വാക്കുകൾ ഉണ്ട്. ഫി ഹാദ ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ മുഖദ്ദം അദ്ദർസി ബദൽ സമാനി മുബ്തദഅ മുഅഖർ വഹുവ മുലാഫ് കലിമാത്തിൻ മുലാഫിൻ ഇലൈഹി ജദീദത്തിൻ. കലിമാത്തിൻ എന്നതിൻ്റെ നഅത്താണ് ജദീദത്തിൻ എന്നത്. കലിമത്തുൻ എന്നതിൻ്റെ ബഹുവചനമാണ് കലിമാത്തുൻ. ഓക്കെ, ഐന്ദി സലാസ് മജല്ലാത്തിൻ. ഐന്ദി എനിക്കുണ്ട്. സലാസു മജല്ലാത്തിൻ 3 മാഗസിനുകൾ. എനിക്ക് 3 മാഗസിനുകൾ ഉണ്ട്. ഇന്ദ എന്ന ലർഫാണ് അവിടെ ഖബറായിട്ട് വന്നിരിക്കുന്നത്. അതിനെ നമ്മൾ ഇന്ദ ലർഫ് ഷിബുഹു ജുംല ഖബർ. യാ മുത്തക്കല്ലിം മുലാഫിൻ ഇലൈഹി എനിക്കുണ്ട്. സലാസു മുബ്തദഅ മുഅഖർ വഹുവ മുലാഫ് മജല്ലാത്തിൻ മുലാഫുൻ ഇലൈഹി. ഇനി മൂന്നാമത്തെ എക്സസൈസ്, അജിബ് അനിൽ അസ്ഇലത്തിൽ ആതിയത്തി. തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകണം. മുസ്തഅമിലൻ ഉപയോഗിക്കുന്നവരായിക്കൊണ്ട്. അൽ അദദുൽ മദ്കൂരി ബൈനൽ ഖൗസൈനി. ബൈനൽ ഖൗസൈനി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള ആ നമ്പർ എഴുതിയിട്ട് ആ നമ്പർ ഉപയോഗിക്കുന്നവനായിക്കൊണ്ട് താഴെ വരുന്ന ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകണം. കം അഹൻ ലക. നിനക്ക് എത്ര സഹോദരന്മാർ ഉണ്ട്? അപ്പോൾ അതിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് 6 ആണ്. അപ്പോൾ എങ്ങനെ പറയാം? ലി സിത്തതു ഇഖ്വത്തിൻ. നമ്മൾ ഓപ്പോസിറ്റ് ജെൻഡർ എഴുതണം, മുലാഫിൻ ഇലൈഹി എഴുതണം. അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ലി സിത്തതു ഇഖ്വത്തിൻ. കം ഉഖ്തൻ ലക. നിനക്ക് എത്ര സഹോദരിമാർ ഉണ്ട്? അവിടെ എത്ര കൊടുത്തിരിക്കുന്നത്? 5 ആണ് കൊടുത്തിരിക്കുന്നത്. ലി ഹംസു അഹവാത്തിൻ. ലി ഹംസു അഹവാത്തിൻ. എനിക്ക് 5 സഹോദരിമാർ ഉണ്ട്. കം ബക്കറത്തൻ ഫിൽ ഹഖലി. വയലിൽ എത്ര പശുക്കൾ ഉണ്ട്? എത്ര കൊടുത്തിരിക്കുന്നത്? 10 അല്ലേ. ഫീഹി. അപ്പോൾ നമ്മൾ ഫിൽ ഹഖലി എന്ന് എഴുതാം, അല്ലെങ്കിൽ ഫീഹി എന്ന് എഴുതുന്നതാണ് ഒന്നും കൂടി നല്ലത്. ഫീഹി അശ്രു ബഖറാത്തിൻ. ബഖറത്തുൻ എന്നതിൻ്റെ ജംഅ് ബഖറാത്തുൻ. നമ്മൾ മുലാഫിൻ ഇലൈഹി ആക്കുമ്പോൾ ബഖറാത്തിൻ. ഫീഹി അശ്രു ബഖറാത്തിൻ. അതിലുണ്ട് 10 പശുക്കൾ ഉണ്ട്. കം താലിബത്തൻ ജദീദത്തൻ ഫിൽ ഫസ്ലി. ക്ലാസ്സിൽ എത്ര പുതിയ വിദ്യാർത്ഥിനികൾ ഉണ്ട്? ഫീഹി. ഫിൽ ഫസ്ലി എന്ന് എഴുതുന്നതിനേക്കാളും ഒന്നും കൂടി നല്ലത് ഫീഹി എന്ന് എഴുതുന്നതായിരിക്കും. ഫീഹി തിസ്ഉ താലിബാത്തിൻ ജുദുദിൻ. ജദീദുൻ ഇതാക്കുമ്പോൾ ജുദുദിൻ. ഫീഹി തിസ്ഉ താലിബാത്തിൻ ജുദുദിൻ. അതിൽ 9 പുതിയ വിദ്യാർത്ഥിനികൾ ഉണ്ട്. കം തബീബൻ ഫി മുസ്തഷ്ഫൽ വിലാദത്തി. മെറ്റേണിറ്റി ഹോസ്പിറ്റൽ പ്രസവാശുപത്രിയിൽ എത്ര ലേഡി ഡോക്ടർമാർ ഉണ്ട്? ഫീഹി സമാനി തൊബീബാത്തിൻ. ഫീഹി സമാനി തൊബീബാത്തിൻ. അതിൽ 8 ലേഡി ഡോക്ടർമാർ ഉണ്ട്. കം ഹാഫിലത്തൻ ഫിൽ ജാമിയത്തി. യൂണിവേഴ്സിറ്റിയിൽ എത്ര ബസ്സുകൾ ഉണ്ട്? ഫീഹാ. അവിടെ ജാമിയത്തി പെണ്ണായതുകൊണ്ട് മർബൂത്തയിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗമായതുകൊണ്ട് ഫീഹാ സിത്തു ഹാഫിലാത്തിൻ. ഫിഹാ സിത്തു ഹാഫിലാത്തിൻ. ബഹുവചനം ഉപയോഗിക്കുക. മുദാഫിൻ ഇലൈഹി മജ്റൂർ. കം ഇബ്നൻ ലക. അവിടെ കം ഇബ്നൻ, അവിടെ ഹംസത്തുൽ വസ്ൽ ആയതുകൊണ്ട് നമ്മൾ കം ഇബ്നൻ ലക. ഇൽത്തിഖാ ഉസാക്കിനേൻ വന്നല്ലോ. മീമിനും സുക്കൂന് ബാക്കും സുക്കൂന്. ഹംസ നമ്മൾ ഉച്ചരിക്കില്ല. അപ്പോൾ 2 സുക്കൂന് വരുമ്പോൾ ഖം എന്നതിൻ്റെ മീമിൻ്റെ സുക്കൂനിനെ കെസറയാക്കി ഉച്ചരിക്കുക. ഖമിബിനൻ ലഖ. നിനക്ക് എത്ര ആൺമക്കളുണ്ട്? ലി അർബഅതു അബ്നാഇൻ. ലി അർബഅതു അബ്നാഇൻ. കം ബിൻതൻ ലഖ. നിനക്ക് എത്ര പെൺമക്കളുണ്ട്? ലി സബഉ ബനാത്തിൻ. കം ജാമിഅത്തൻ ഫി ബലദിക. നിങ്ങളുടെ നാട്ടിൽ എത്ര യൂണിവേഴ്സിറ്റികൾ ഉണ്ട്? നിൻ്റെ നാട്ടിൽ എത്ര യൂണിവേഴ്സിറ്റികൾ ഉണ്ട്? ബലദാണല്ലോ. അപ്പോൾ ഫീഹി സലാസു ജാമിഅത്തിൻ. കം കിതാബൻ ഇൻദക. നിനക്ക് എത്ര പുസ്തകമുണ്ട്? ഇൻദി സമാനിയത്തു കുതുബിൻ. ഇൻദി സമാനിയത്തു കുതുബിൻ. എനിക്ക് 8 പുസ്തകങ്ങൾ ഉണ്ട്. നെക്സ്റ്റ് എക്സസൈസ്, ഇഖ്റഇൽ ജുമലൽ ആതിയത.
തുടർന്ന് വരുന്ന വാചകങ്ങൾ നീ വായിക്കണം. വക്തുബ്ഹ എന്നിട്ട് നീ അവ എഴുതുകയും ചെയ്യണം. മഅ കിതാബത്തിൽ അഅദാദിൽ വാരിദത്തി ഫിഹ ബിൽ ഹുറൂഫി അക്ഷരത്തിൽ. ഓക്കെ, എങ്ങനെ എഴുതണം? എണ്ണങ്ങൾ അക്ഷരത്തിൽ വേണം എഴുതാനായി. ഒന്നാമത്തേത് ലി അർബഅതു ഇഖ്വത്തിൻ. ലി അർബഅതു ഇഖ്വത്തിൻ. നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ എന്ത് വേണം? ഇഖ്വത്തുൻ, അഖുൻ. അഖുൻ അതിൻ്റെ ആണ് ഇഖ്വത്തുൻ, അത് മുദക്കറാണ്. അതുകൊണ്ട് എണ്ണം മുഅന്നസാക്കി വേണം നമ്മൾ എഴുതാനായിട്ട്. ലി അർബഅതു ഇഖ്വത്തിൻ വ സലാസു അഖവാത്തിൻ. സലാസു. ഉഖ്തുൻ എന്നതിൻ്റെ ആണ് അഖവാത്തുൻ, സഹോദരിമാർ. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് വേണം നമ്മൾ നമ്പർ എഴുതാനായിട്ട്. സലാസു അഖവാത്തിൻ. മുഹമ്മദുൻ എനിക്ക് 4 സഹോദരന്മാരും 3 സഹോദരിമാരും ഉണ്ട്. മുഹമ്മദുൻ ലഹു മുഹമ്മദ് അവനുണ്ട് ഖംസതു അബ്നാഇൻ വ സമാനി ബനാത്തിൻ. മുഹമ്മദ് അവന് 5 ആൺമക്കളും 8 പെൺമക്കളും ഉണ്ട്. അപ്പോൾ എണ്ണം എഴുതുമ്പോൾ ഓപ്പോസിറ്റ് ജെൻഡർ എഴുതുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഐന്ദി അശറതു കുതുബിൻ. ഐന്ദി അശറതു കുതുബിൻ വ സബഉ മജല്ലാത്തിൻ. വ സബഉ മജല്ലാത്തിൻ. എനിക്ക് 10 പുസ്തകങ്ങളും 7 മാഗസിനുകളും ഉണ്ട്. മജല്ലത്തുൻ അത് ഫെമിനിൻ ജെൻഡറാണ്, സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് എണ്ണം സബഉ, എണ്ണം മുദക്കറായി വേണം നമ്മൾ എഴുതാനായി. ഫിൽ മുസ്തഷ്ഫ തിസ്ഉ ത്വബീബാത്തിൻ വ സിത്തു മുമരിദാത്തിൻ. ആശുപത്രിയിൽ 9 ലേഡി ഡോക്ടർമാരും 6 നഴ്സുമാരും ഉണ്ട്. ഇന്ദി അർബഅതു കുംസാനിൻ. എനിക്ക് 4 കുപ്പായങ്ങൾ ഉണ്ട്. ഖമീസുൻ മുദക്കറാണ്, അതുകൊണ്ട് എണ്ണം മുഅന്നസാക്കി എഴുതുക. എനിക്ക് 6 കുപ്പായങ്ങൾ ഉണ്ട്. ലിഹാദിഹി സയ്യാറത്തി അർബഅതു അബ്വാബിൻ. ഈ കാറിന് 4 വാതിലുകൾ ഉണ്ട്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേത് ലീ, അതാണ് ജാറുൻ വ മജ്റൂർ ശിബഹു ജുംല ഖബർ അർബഅതു മുബ്തദ. അതുപോലെ പിന്നെ അതിന് ശേഷം ഉള്ളതൊക്കെ മുളാഫിൻ ഇലൈഹി വാവുൽ അത്ഫ് സലാസു എന്നത് മഅതൂഫുൻ അല അർബഅതു അഖവാത്തിൻ മുളാഫിൻ ഇലൈഹി. രണ്ടാമത്തേത് മുഹമ്മദുൻ മുബ്തദ ലഹു ജാറുൻ ലഹു 5 അബ്നാഇൻ വ 8 ബനാത്തിൻ. മൊത്തം ജുംലത്തുൽ ഇസ്മിയ ഖബറാണ്. എന്നിട്ട് നമ്മൾ വീണ്ടും ലഹു ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ 5 മുബ്തദ വഹുവ മുളാഫ് അബ്നാഇൻ മുളാഫിൻ ഇലൈഹി വാവുൽ അത്ഫ് 8 മഅതൂഫുൻ അല 5 വഹുവ മുളാഫ് ബനാത്തിൻ മുളാഫിൻ ഇലൈഹി. നമ്മളിങ്ങനെ അനലൈസ് ചെയ്ത് പഠിക്കുക കേട്ടോ. മൂന്നാമത്തെ ഇന്ദ ളർഫാണ് അവിടെ ശിബഹു ജുംല ഖബർ മുഖദ്ദം യാ മുതകല്ലിം മുളാഫിൻ ഇലൈഹി. പിന്നെ അശറത്തു മുബ്തദ വഹുവ മുളാഫ് കുതുബിൻ മുളാഫിൻ ഇലൈഹി വാവുൽ അത്ഫ് സബഉ മഅതൂഫുൻ അല അശറത്തു മജല്ലാത്തിൻ മുളാഫിൻ ഇലൈഹി. ഇങ്ങനെ നമ്മൾ ഒക്കെ അനലൈസ് ചെയ്ത് നോക്കുക ഇൻഷാ അല്ലാഹ്. ഇനി ഫിൽ മുസ്തഷ്ഫ ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ മുഖദ്ദം 9 മുബ്തദ വഹുവ മുളാഫ് ത്വബീബാത്തിൻ മുളാഫിൻ ഇലൈഹി വാവുൽ അത്ഫ് സിത്തു മഅതൂഫുൻ അല 9 വഹുവ മുളാഫ് മുമരിദാത്തിൻ മുളാഫിൻ ഇലൈഹി. ഇന്ദി 4 കുംസാനിൻ. ഇന്ദ എന്നുള്ള ദർഫാണ് ശിബ്ഹു ജുംല ഖബർ മുഖദ്ദം യാ മുതകല്ലിം മുളാഫിൻ ഇലൈഹി. 4 മുബ്തദ വഹുവ മുളാഫ് കുംസാനിൻ മുളാഫിൻ ഇലൈഹി. ലിഹാദിഹി സയ്യാറത്തി. ലിഹാദിഹി ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ മുഖദ്ദം അസ്സയ്യാറത്തി ബദൽ 4 മുബ്തദ വഹുവ മുളാഫ് അബ്വാബിൻ മുളാഫിൻ ഇലൈഹി. ഈ കാറിന് 4 വാതിലുകൾ ഉണ്ട്. ഫി ഹാദിഹിൽ കലിമത്തി 5 അഹ്റുഫിൻ. ഹർഫുൻ എന്നതിൻ്റെ ആണ് ഹുറൂഫുൻ എന്നും പറയും, അഹ്റുഫുൻ എന്നും പറയും. 5 അഹ്റുഫിൻ 5 വാക്കുകൾ. ഈ വാക്കിൽ 5 അക്ഷരങ്ങൾ ഉണ്ട്. അതെ, ഓക്കെ. ഫി ഹാദിഹി ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ മുഖദ്ദം അൽ കലിമത്തി ബദൽ 5 എന്നത് മുബ്തദ വഹുവ മുളാഫ് അഹ്റുഫിൻ മുളാഫിൻ ഇലൈഹി. ഫി മദ്രസത്തിന 8 മുദർരിസാത്തിൻ. ഫി മദ്രസത്തിന 8 മുദർരിസാത്ത്. സമാനിക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ.
ഫി മദ്രസത്തിന നമ്മുടെ മദ്രസയിൽ 8 അധ്യാപികമാർ ഉണ്ട്. ഫി മദ്രസത്തി ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ മുഖദ്ദം മദ്രസത്തി മുളാഫ് ന മുളാഫുൻ ഇലൈഹി. സമാനി എന്നത് മുബ്തദ വഹുവ മുളാഫ് മുദരിസാത്തിൻ മുളാഫുൻ ഇലൈഹി. ഫി ബൈത്തിന അശറത്തു റിജാലിൻ വ അശ്രു നിസാഇൻ നമ്മുടെ വീട്ടിൽ 10 പുരുഷന്മാരും 10 സ്ത്രീകളും ഉണ്ട്. ഫി ബൈത്തി ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ മുഖദ്ദം വഹു ബൈത്തു മുളാഫ് ന മുളാഫിൻ ഇലൈഹി. അശറത്തു മുബ്തദ മുഅഖർ വഹുവ മുളാഫ് റിജാലിൻ മുളാഫുൻ ഇലൈഹി. വാവുൽ അത്ഫ്. അശ്രു മഅതൂഫുൻ അലാ അശറത്തു വഹുവ മുളാഫ് നിസാഇൻ മുളാഫുൻ ഇലൈഹി. 10 ذهب أبي إلى الرياض قبل 3 أيام. قبل 3 എന്ന് എഴുതണം കേട്ടോ. മുളാഫിൻ ഇലൈഹിയാണ്. ഖബല എന്നുള്ള അർഫിന് ശേഷം മുളാഫിൻ ഇലൈഹി. 3 അയ്യാമിൻ. ذهب أبي എൻ്റെ ഉപ്പ പോയി. ഇല റിയാദ് റിയാദിലേക്ക്. ഖബല 3 അയ്യാമിൻ 3 ദിവസം മുൻപ് എൻ്റെ ഉപ്പ റിയാദിലേക്ക് പോയി. ജുംലത്തുൽ ഫിഅലിയ ذهب ഫിഅലുൽ മാദി മബനിയുൻ അലൽ ഫതഹി. അബു എന്നുള്ളത് ഫായില് വഹുവ മുളാഫ് യാ മുത്തകല്ലിം മുളാഫിൻ ഇലൈഹി. ഇല റിയാദി ജാറുൻ മജ്റൂറുൻ മുതഅല്ലിഖു ബിൽ ഫിഅലിലേക്ക് ചേർക്കപ്പെട്ടത്. ഖബല ദർഫാണ്. സലാസതി മുളാഫിൻ ഇലൈഹി വഹുവ മുളാഫ് അയ്യാമിൻ മുളാഫുൻ ഇലൈഹി. 5-ാമത്തേത് ഉക്തുബുൽ അഅദാദ മിൻ 3 ഇലാ 10 3 മുതൽ 10 വരെയുള്ള നമ്പറുകൾ എഴുതണം. വജ്അൽ നീയാക്കണം കുല്ലും മിനൽ കലിമാത്തി എല്ലാ വാക്കുകളെയും നീയാക്കണം അലാത്തിയത്തി തുടർന്ന് വരുന്ന എല്ലാ വാക്കുകളെയും നീയാക്കണം മഅദൂദൻ ലഹു അതിൻ്റെ മഅദൂദാക്കണം. അപ്പോൾ സയ്യാറത്തുൻ അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 3 സയ്യാറാത്തിൻ 4 സയ്യാറാത്തിൻ 5 സയ്യാറാത്തിൻ 6 സയ്യാറാത്തിൻ 7 സയ്യാറാത്തിൻ 8 സയ്യാറാത്തിൻ 9 സയ്യാറാത്തിൻ 10 സയ്യാറാത്തിൻ. ഇനി ഉഖ്തുൻ സഹോദരി. എന്താ ഉഖ്തുൻ? അഖവാത്തുൻ 3 അഖവാത്തിൻ 4 അഖവാത്തിൻ 5 അഖവാത്തിൻ 6 അഖവാത്തിൻ 7 അഖവാത്തിൻ 8 അഖവാത്തിൻ 9 അഖവാത്തിൻ 10 അഖവാത്തിൻ. അടുത്തത് താലിബത്തുൻ വിദ്യാർത്ഥിനികൾ എന്നാക്കണം. താലിബാത്തുൻ 3 താലിബാത്തിൻ 4 താലിബാത്തിൻ 5 താലിബാത്തിൻ 6 താലിബാത്തിൻ 7 താലിബാത്തിൻ 8 താലിബാത്തിൻ 9 താലിബാത്തിൻ 10 താലിബാത്തിൻ. നമ്മളെ ലെസണിൽ വന്നിട്ടുണ്ട് കേട്ടോ. അത് മജല്ലത്തുൻ മാഗസിൻ എങ്ങനെയാ? ഒക്കെ ഫെമിനിനാണ് കേട്ടോ. ഫീമെയിലാണ് മുഅന്നസുകളാണ്. 3 മജല്ലാത്തിൻ 4 മജല്ലാത്തിൻ 5 മജല്ലാത്തിൻ 6 മജല്ലാത്തിൻ 7 മജല്ലാത്തിൻ 8 മജല്ലാത്തിൻ 9 മജല്ലാത്തിൻ 10 മജല്ലാത്തിൻ. അടുത്തത് ബിന്തുൻ്റെ ബഹുവചനം ബനാത്തുൻ 3 ബനാത്തിൻ 4 ബനാത്തിൻ 5 ബനാത്തിൻ 6 ബനാത്തിൻ 7 ബനാത്തിൻ 8 ബനാത്തിൻ 9 ബനാത്തിൻ 10 ബനാത്തിൻ. അടുത്തത് സാഅത്തുൻ 3 സആത്തിൻ 4 സആത്തിൻ 5 സആത്തിൻ 6 സആത്തിൻ 7 സആത്തിൻ 8 സആത്തിൻ 9 സആത്തിൻ 10 സആത്തിൻ. ഇനി അൽ കലിമാത്തുൽ ജദീദത്തു പുതിയ പദങ്ങൾ. അൽ മജല്ലത്തു മാഗസിൻ അതിൻ്റെ ബഹുവചനം മജല്ലാത്തുൻ ഇന്തോനേഷ്യ. അൽ ഹർഫു അക്ഷരം അതിൻ്റെ 2 ബഹുവചനമുണ്ട്. അഹ്റുഫുനും ഉണ്ട് ഹുറൂഫുനും ഉണ്ട്. പിന്നെ ഇതിൽ കുറേ ബഹുവചനങ്ങൾ വന്നിട്ടുണ്ട്. അൽ കലിമത്തു എന്ന് പറഞ്ഞാൽ വാക്ക്. കലിമാത്തുൻ വാക്കുകൾ. ബലദുൻ ബിലാദുൻ. പിന്നെ ഇംറഅത്തുൻ നിസാഉൻ റജുലുൻ റിജാലുൻ യൗമുൻ അയ്യാമുൻ ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ബാബുൻ അബുവാബുൻ ഖമീസുൻ ഖുംസാനുൻ കുറേ ബഹുവചനങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ മാക്സിമം ബഹുവചനങ്ങളൊക്കെ എഴുതി നോക്കുക, എഴുതി പഠിക്കുമ്പോൾ ഒന്നും കൂടി ഇമ്പ്രൂവ് ആവും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മുടെ പാഠം കഴിഞ്ഞു. ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.